ഹായ് എവ്രി വൺ, എല്ലാവർക്കും മെഡി പ്രിസിഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സഞ്ജന വിബി. നമുക്കിന്ന് കൊളീൻ എന്ന ന്യൂട്രിയന്റിനെ കുറിച്ച് പറയാം. കൊളീൻ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് മുട്ടയുമായി ബന്ധപ്പെട്ടാണ്. മുട്ടയിലുള്ളൊരു എസെൻഷ്യൽ ന്യൂട്രിയന്റ് ആണ് കൊളീൻ. ഏകദേശം പ്രോട്ടീൻ്റെ അതേ സ്ട്രക്ചറുള്ള ഒരു പോഷക പദാർത്ഥമാണ് കൊളീൻ. പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമായ ഒന്നാണ്. സാധാരണഗതിയിൽ കൊളീൻ അപര്യാപ്തത അഥവാ ഡെഫിഷ്യൻസി ഉണ്ടാവാറില്ല. എങ്കിൽ പോലും അവയുടെ ഒരു പ്രസൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൊളീൻ ഇല്ലെങ്കിൽ എന്ത് പറ്റും? കൊളീൻ ഇല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മസിൽ ഡാമേജ് സംഭവിക്കാം. മസിൽസിന്റെ പ്രവർത്തനം ശരിക്കും നടക്കില്ല കൊളീൻ വളരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ. അതുപോലെ നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് നടക്കില്ല. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് ശരിക്കും നടക്കില്ല. ബ്രെയിൻ ഹെൽത്ത് ഡാമേജ് ആവും. നമ്മുടെ ശരീരത്തിൽ കൊളീൻ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. ലിവർ കൊളീൻ കുറഞ്ഞ ലെവലിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊളീൻ പൂർണ്ണമായും നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോവില്ല. പക്ഷേ പ്രധാനമായിട്ടും കിട്ടേണ്ടത് നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിൽ നിന്ന് തന്നെയാണ്. കൊളീൻ ഏതൊക്കെ ഭക്ഷണത്തിൽ കൂടെ കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് ബീഫ് ലിവറിൽ കൊളീൻ നന്നായിട്ടുണ്ട്. അതുപോലെ മുട്ടയിലുണ്ട്. അതുപോലെ ചിക്കൻ ബ്രസ്റ്റിലുണ്ട്. ഇത് കൂടാതെ ചില വെജിറ്റബിൾസിലും കൊളീൻ ധാരാളമായിട്ടുണ്ട്. ബ്രോക്കോളി, കോളിഫ്ലവർ. പക്ഷെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നോൺ വെജ് സോഴ്സിൽ തന്നെയാണ്. പിന്നെ കാണപ്പെടുന്നത് കോളിഫ്ലവർ, അതുപോലെ ബ്രോക്കോളി, പിന്നെ പീനട്ട്, കടല. അതുപോലെ കുറഞ്ഞ തോതിൽ ഉള്ള വസ്തുക്കൾ ധാരാളമായിട്ടുണ്ട്. സോയാബീനിലും ഉണ്ട് കൊളീൻ. നമ്മുടെ ശരീരത്തിൽ മസിൽസിന്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ശരിക്ക് പ്രവർത്തിക്കേണ്ടത് അസറ്റൈൽ കൊളൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അസറ്റൈൽ കൊളൈൻ ശരിക്ക് പ്രവർത്തിക്കണമെങ്കിൽ കൊളീൻ എത്തണം. കൊളീൻ ആണ് അതിന്റെ ഫോർമേഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അസറ്റൈൽ കൊളൈൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മസിൽ കോർഡിനേഷൻ തന്നെയാണ്. നെർവ്സിന്റെയും മസിൽസിന്റെയും കോർഡിനേഷൻ നടന്നാൽ മാത്രമേ നമുക്ക് ശരിക്ക് മൂവ്മെന്റ് സാധ്യമായിട്ടുള്ളൂ. മസിലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സാധ്യമായിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതാണ് കൊളീന്റെ പ്രധാനപ്പെട്ട റോൾ. മറ്റൊന്ന് സെൽ മെംബ്രെയിൻ ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കൊളീൻ ശരിക്ക് ഭക്ഷണത്തിൽ കിട്ടണമെങ്കിൽ എന്തെല്ലാം കഴിക്കണം? മുട്ട കഴിക്കണം, ഇറച്ചി കഴിക്കണം, അതുപോലെ ബ്രോക്കോളി, കോളിഫ്ലവർ, സോയാബീൻ, കടല ഇവയൊക്കെ കഴിച്ചാലും നമുക്ക് കൊളീൻ കിട്ടും. കൊളീൻ വളരെ എസെൻഷ്യലാണ്. മുട്ടയുടെ മഞ്ഞയിലാണ് കൊളീൻ കാണപ്പെടുന്നത്, വെള്ളയിലല്ല. അപ്പോൾ മഞ്ഞ കഴിക്കാതിരിക്കരുത്. നമുക്ക് മുട്ട കഴിക്കാവോ എന്നൊരു ക്വസ്റ്റ്യൻ പലരും ചോദിക്കാറുണ്ട്. കാർഡിയോവാസ്കുലർ ഹെൽത്ത് ആണ് പ്രധാനമായിട്ട് റിസ്ക് ആയിട്ട് പറയുന്നത്. പക്ഷേ പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് നമ്മളൊരു ദിവസം ഒരു മുട്ട കഴിച്ചാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും വരില്ല എന്ന് തന്നെയാണ്. കൊളീൻ എന്ന വസ്തു നമുക്ക് ഏറ്റവും നന്നായിട്ട് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് മുട്ടയുടെ മഞ്ഞയിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. കീപ്പ് ഓൺ വാച്ചിങ് മെഡി പ്രിസിഷൻ.